നമസ്കാരം. വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും വിസ്മയത്തിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് ബേബി വിറ്റ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഇത് മറ്റൊരു തുടക്കമാണ്. അതായത് 8 പുതിയ കുട്ടികൾ ഇന്ന് ലിറ്റിൽ സ്കോളറിലേക്ക് വന്നു ചേരുന്നു. സ്നേഹത്തോടുകൂടി ഒരുപാട് ആദരവോടുകൂടി അവരെ നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. മറ്റൊരു തുടക്കമാണ് ഇന്ന്. നിങ്ങൾ 8 പുതിയ കുട്ടികൾ വന്നു ചേർന്നിരിക്കുന്നു ലിറ്റിൽ സ്കോളറിലേക്ക്, അല്ലേ? ഇനി ഇത് പ്രാഥമികമായിട്ടുള്ള മത്സരമാണ്. ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് സെമി ഫൈനലുണ്ട്, അതിനുശേഷം ഫൈനലുണ്ട്. അതിൽ നിന്നും ഒരു വിന്നറെ നമ്മളൊരു ഗ്രൂപ്പിനെ വിന്നറായിട്ട് തിരഞ്ഞെടുക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ പരിചയപ്പെടാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് പരിചയപ്പെടാം. അപ്പോളോ അംജിത് കെ ഖാദർ, GHS സ്കൂൾ വെസ്റ്റ് കൊടിക്കുളം, ഇടുക്കി. സുമയ്യ സുബൈർ, SHGHS മുതലക്കുടം, ഇടുക്കി. ഇലക്ട്ര അംബരീഷ്, GHS സ്കൂൾ കിളിമാനൂർ, ട്രിവാൻഡ്രം. കൃപ GUP സ്കൂൾ ഭീമനാട്, പാലക്കാട്. വേഗ നന്ദന കെ, GHS സ്കൂൾ ഉദിനൂർ, കാസർഗോഡ്. മുഹമ്മദ് നിഷ്തർ KA, CJHS സ്കൂൾ ചെമ്മനാട്, കാസർഗോഡ്. ലിബ്ര ഹംദ, അൽ-അഖ്സ പബ്ലിക് സ്കൂൾ, തൃശൂർ. നിധ മുസ്തഫ, അൽ-അഖ്സ പബ്ലിക് സ്കൂൾ, തൃശൂർ. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നു. ഇപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ചോദ്യം എങ്ങനെയായിരിക്കും? എന്തൊക്കെ കിട്ടും? ഓക്കെ ഓക്കെ ഓക്കെ. വേഗ ഇന്ന് ഏതൊക്കെ റൗണ്ട് ആയിരിക്കും? ഇത് മാത്രമാണ് ചിന്തിക്കുന്നത്, അല്ലേ? മോളെന്ത് പറയുന്നു? അടുത്ത സെഗ്മെന്റ് ഏതായിരിക്കും? അതാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഏത് സെഗ്മെന്റ് ആയി കഴിഞ്ഞാലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണേ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അതാണ് ആഗ്രഹം, അല്ലേ? അതാണ് എപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അറിവ് എന്ന് പറയുന്ന സാധനം ഒരു നിമിഷം കൊണ്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഒരു കടയിൽ പോയി 1 കിലോ അറിവ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കിട്ടുമോ? ഇല്ല. ജാക്ക് ആൻഡ് ഫീൽഡിൻ്റെ ചിക്കൻ സൂപ്പ് ഫോർ സോൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. വായിച്ചിട്ടോ നിങ്ങൾ? കൊച്ചൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് നമ്മുടെ മനസ്സിന് ചിക്കൻ സൂപ്പാണ് നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന, മനസ്സിന് ചിന്തകൾ നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഫോർ സോൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിനകത്ത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തായ്ലൻഡിൽ പണ്ടൊരിക്കൽ നടന്നൊരു സംഭവമാണ്. തായ്ലൻഡിൽ ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നു, വലിയൊരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ആ ബുദ്ധക്ഷേത്രം പൊളിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോൾ അതിനകത്തൊരു വലിയ ബുദ്ധൻ്റെ പ്രതിമയുണ്ട്, വലിയൊരു കളിമൺ ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി, അത് കഴിഞ്ഞതിന് ശേഷം ഈ ബുദ്ധൻ്റെ കളിമണ്ണ് കൊണ്ടുള്ള പ്രതിമയെ എടുത്തുയർത്താൻ വേണ്ടി ഒരു ക്രെയിൻ ഉയർത്തുന്ന സമയത്ത് പെട്ടെന്ന് അതിനകത്ത് വിള്ളലുകൾ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അന്നത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്തു, നിർത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി എല്ലാവരും പോയി മറ്റൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി മഴ പെയ്ത സമയത്ത് കുറേ ബുദ്ധസന്യാസികൾ വന്നു കഴിഞ്ഞതിന് ശേഷം മഴ കൊള്ളാതിരിക്കാനായി ഇതിനെ ടാർപോളിൻ വെച്ച് മൂടുമ്പോൾ ഈ വിള്ളലുണ്ടായ സ്ഥലത്തിലൂടെ നോക്കുന്ന സമയത്ത് ഒരു തിളക്കം കണ്ടു, വളരെ ശക്തിയായ സ്വർണ്ണത്തിളക്കം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഉളിയും ചുറ്റിയും വെച്ചിട്ട് ഈ മണ്ണ് അടർത്തി മാറ്റി നോക്കിയ സമയത്ത് ഇത് കംപ്ലീറ്റ് 2.5 ടൺ ഭാരമുള്ള സ്വർണത്തിൻ്റെ ഒരു പ്രതിമയായിരുന്നു. അത്രയും കാലം ആളുകൾ മുഴുവൻ വിചാരിച്ചത് കളിമണ്ണിൻ്റെ പ്രതിമയാണെന്നാണ്. അപ്പോൾ അവരിതിനെ മുഴുവൻ അടർത്തി മാറ്റിയ സമയത്ത് അവർ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ പണ്ടൊരിക്കൽ ബർമീസ് പട തായ്ലൻഡ് ആക്രമിക്കാൻ വേണ്ടി വന്ന സമയത്ത് അന്നത്തെ ബുദ്ധസന്യാസികൾ അത് ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മണ്ണുകൊണ്ട് അതിനെ മൂടിയതാണ്. 8 ഇഞ്ച് കനത്തിൽ മണ്ണുകൊണ്ട് മൂടി വെച്ചു. പക്ഷേ അത് അവർ പുറത്ത് പറഞ്ഞില്ല. അങ്ങനെ കാലങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് പുറത്ത് പറയാതെ കളിമൺ പ്രതിമയാണെന്ന് നാട്ടുകാർ മുഴുവൻ വിചാരിച്ചു. ഇങ്ങനെ ഒരു സ്വർണ്ണ പ്രതിമയുണ്ട്. ജാക്ക് ആൻഡ് ഫീൽഡ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആ മണ്ണ് അടർത്തി മാറ്റിയത് ഒരു ചില്ലുപെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ആ ബുദ്ധക്ഷേത്രത്തിൽ ആ സ്വർണ്ണ പ്രതിമയുണ്ട്. ആ പെട്ടിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം, ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറന്നു വീഴുന്ന സമയത്ത് സ്വർണ്ണ തിളക്കത്തോടു കൂടിയാണ് ഭൂമിയിൽ പിറന്നു വീഴുന്നത്. പക്ഷേ നമ്മുടെ സമൂഹം, നമ്മുടെ അച്ഛനും അമ്മയും അധ്യാപകരുമൊക്കെ അരുത് എന്ന് പറയുന്ന കളിമണ്ണ് കൊണ്ട് നമ്മളെ പലപ്പോഴും മൂടിക്കളയുന്നു. 8 ഇഞ്ച് കനത്തിൽ നമ്മളെ മൂടിക്കളയുന്നു. അപ്പോൾ നമ്മുടെ തിളക്കം നമുക്ക് നഷ്ടപ്പെടുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, ആരൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ സ്വർണ്ണത്തിളക്കത്തിൽ മൂടലുണ്ടാക്കി കഴിഞ്ഞാലും അതിനെ നിങ്ങൾ ഉളിയും ചുറ്റിയും ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങളുടെ തിളക്കം വളരെ ശക്തമാവും. ഈ മീഡിയ വണ്ണിലൂടെ, ലിറ്റിൽ സ്കോളർ പരിപാടിയിലൂടെ ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ഇതാണ്. നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്കുള്ള സ്വർണ്ണത്തിളക്കം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം. ആ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ചോദ്യങ്ങളുള്ളത്. ആ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ സെഗ്മെന്റ് നാദം. നാദം എന്ന് പറയുന്ന ഈ സെഗ്മെന്റിൽ നിങ്ങൾ ഒരു ശബ്ദം കേൾക്കും. ഇത് ശബ്ദം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രസംഗമാണ്.
ആ പ്രസംഗം ആരുടേതാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. 4 പേർക്കും ഓരോ ചോദ്യങ്ങൾ വീതമാണുള്ളത്. അതായത് ഓരോരുത്തരും ഓരോരുത്തരുടെ നാദം കേട്ടിട്ട്, ശബ്ദം കേട്ടിട്ട്, പ്രസംഗം കേട്ടിട്ട് അത് ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. ഞാൻ 1-2 സൂചനകൾ തരാം. ഈ 4 പേരും രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളാണ്. ഈ 4 പേരും ഇന്ന് ഓരോ പദവികൾ വഹിക്കുന്ന ആളുകളാണ്. ഇത്രയും മതിയല്ലോ സൂചന. സോ ആദ്യത്തേത് അപ്പോഴേക്കാണ്. ശബ്ദം കേൾക്കണം. 4 സ്റ്റാർ ഹോട്ടലുകളുടെ ലൈസൻസ് സംബന്ധിച്ച് പുനഃപരിശോധന വേണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എൻ്റെ പ്രധാന വിഷയം അതായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത് ഇതാണ്. ഒന്ന്, 2011 അംഗീകരിച്ച്, സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച്, ഗവൺമെൻറ് അംഗീകരിച്ച്, സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് 2013 മുതൽ 5 സ്റ്റാർ ഹോട്ടലിന് മാത്രമേ കൊടുക്കൂ എന്നുള്ളത്. ആരുടേതാണ് ഈ വാക്കുകൾ? മന്ത്രി കെ ബാബു. മന്ത്രി കെ ബാബു. 4 സ്റ്റാർ ഹോട്ടൽ എന്ന് കേട്ടു, മദ്യം എന്ന് കേട്ടു, എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് പറയുന്നത് എന്ന് ധരിച്ച് മന്ത്രി കെ ബാബു എന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ മോനെ, ഉത്തരം തെറ്റാണ്. ഇത് VM സുധീരൻ്റെ ശബ്ദമാണ്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ്റെ ശബ്ദമാണ്. അദ്ദേഹം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, ഇപ്പോൾ KPCC പ്രസിഡന്റാണ്. കേരളത്തിൽ മദ്യനിരോധനം വരണം എന്ന് ശക്തമായി വാദിച്ച് അതിനുവേണ്ടി മാത്രം നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവവികാസങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനി ഇലക്ട്രിക്കാണ് അവസരം. ശബ്ദം കേൾക്കാം. ആരുടേത് എന്ന് പറയണം. न शिक्षक के प्रति गौरव पैदा होगा, न शिक्षक के माध्यम से नई पीढ़ी में परिवर्तन में कोई ज्यादा सफलता प्राप्त होगी. और इसलिए इस एक महान परंपरा को समयानुकूल परिवर्तन करके. ആരുടേതാണ് ശബ്ദം? നരേന്ദ്രമോദി. നരേന്ദ്രമോദി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ് ശബ്ദം. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്. നരേന്ദ്രമോദിയുടെ മുഴുവൻ പേരെന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഴുവൻ പേര് നരേന്ദ്ര ദാമോദർ മോദി. നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഗുജറാത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. അച്ഛൻ ഒരു ചായക്കടക്കാരനായിരുന്നു അല്ലേ? ഇതെല്ലാം നമ്മൾ വായിച്ചു. ആദ്യം അച്ഛൻ്റെ പാത പിന്തുടർന്ന് പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം 8-ാം വയസ്സിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. പെർഫെക്റ്റ് ആൻസർ ആണ് ഇലക്ട്ര. വെരി ഗുഡ്. ഇനി വേഗയ്ക്കുള്ള ചോദ്യമാണ് ഇത്. ശബ്ദം കേൾക്കാം ഇവിടെ. നാട്ടിൽ നിന്ന് ഓരോ സമയത്തും അദ്ദേഹത്തിന് ലഭിക്കുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം സമ്പാദിച്ച പണവും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത പണവും എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് ഗൾഫിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരു അതാണ് ആ വരവേൽപ്പ് സിനിമയുടെ ഒരു കഥ. അതാണ് അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു സീനുണ്ട്. ഇത് സിനിമയിലെ കാര്യമാണ് പറഞ്ഞതെങ്കിലും സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ അദ്ദേഹത്തിന്. അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, സിനിമയുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരാളാണ്, ഒരു പദവി വഹിക്കുന്ന ആളാണ്. ആരാണ് അദ്ദേഹം? ആരുടെ ശബ്ദമാണ് കേട്ടത്? ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദ്. തെറ്റാണ് ഉത്തരം. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിൻ്റെ ശബ്ദമാണ്. മുൻ ഉപമുഖ്യമന്ത്രി ഔക്കാദർ കുട്ടി നഹിയുടെ മകനാണ് അബ്ദുറബ്. അടുത്തത് ലിബ്രയ്ക്കാണ്. ലിബ്ര, നിങ്ങൾക്കുള്ള ശബ്ദം കേൾക്കാം ഇവിടെ. എത്ര ഇൻട്രസ്റ്റ് ആണെന്നുള്ളത് അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം, പത്രത്തിൽ പബ്ലിഷ് ചെയ്യണം. അവർ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അവർ പ്രൂഡൻ്റായി എടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ്. ആ ഫെയർ പ്രാക്ടീസ് കോഡ് ഒഴിച്ച് ബാക്കി ഒന്നിനും അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് RBI ഗവർണർ രഘുറാം രാജന് കത്തയച്ചു. ദർ ആർ സോ മെനി ഇറഗുലാരിറ്റീസ് ഈ പലിശ വാങ്ങുന്ന കാര്യത്തിൽ, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ. ആരുടേതാണ് ശബ്ദം? KM മാണി. അയ്യോ, നിങ്ങൾ ശബ്ദമല്ല ശ്രദ്ധിക്കുന്നത്, പറയുന്ന വാക്കുകൾ. പലിശ എന്ന് കേൾക്കുമ്പോഴേക്ക് ധനവകുപ്പ് മന്ത്രിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോവാണ്. അതാണ് പ്രശ്നം. ഇത് തെറ്റാണ് ഉത്തരം. പറഞ്ഞ തെറ്റാണ്. ഇത് രമേശ് ചെന്നിത്തലയുടെ ശബ്ദമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശബ്ദമാണിത്. അദ്ദേഹം ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി, അറിയാമല്ലോ അല്ലേ? പലിശയ്ക്ക് പണം കൊടുക്കുന്നവർക്കെതിരെയുള്ള ഒരു വലിയ ഒരു മൂവ്മെൻറ്റ് അദ്ദേഹം ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്നതും ബ്ലാങ്ക് ചെക്ക് മേടിക്കുന്നതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. ന്യൂസുകൾ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ?
ന്യൂസ് കാണാറില്ല. അതാണ് പ്രശ്നം. ടെലിവിഷനിൽ സാധാരണ നിങ്ങൾ എപ്പോഴും കാണുന്നത് ടെലിവിഷൻ സീരിയൽ കാണുന്നു. അതാണ് പ്രശ്നം. ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. ജീവിതത്തിൽ മുഴുവൻ തെറ്റ് ചെയ്ത് ജീവിച്ച ഒരാൾ, ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ, മദ്യപാനം, എന്തൊക്കെ മോശത്തരമുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിച്ച ഒരാൾ. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ 2 ചാൻസാണുള്ളത്. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകും, അദ്ദേഹം നരകത്തിലേക്ക് പോകും. എങ്ങോട്ട് പോകും ഇദ്ദേഹം? ജീവിതത്തിൽ മുഴുവൻ തെറ്റാണ് ചെയ്തത്. എങ്ങോട്ട് പോകും? നരകത്തിലേക്ക് പോകും അല്ലേ? അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. പക്ഷേ ഇദ്ദേഹം മരിച്ച കറക്റ്റ് സമയത്ത് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തൊരു ഭൂകമ്പം നടന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അപ്പോൾ ഈ നരകം സ്വർഗം ചീട്ടെഴുതി കൊടുക്കുന്ന സ്ഥലമില്ലേ, അവിടെ വല്ലാത്ത തിരക്ക്, ഗംഭീരമായിട്ട് ആളുകൾ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നരകം എന്ന് എഴുതുന്നതിന് പകരം എഴുതുന്ന ആൾ ചീട്ട് നോക്കിയ സമയത്ത് അബദ്ധവശാൽ സ്വർഗം എന്ന് എഴുതി കൊടുത്തു. ഇദ്ദേഹം മിണ്ടിയില്ല. സ്വർഗത്തിൻ്റെ ചീട്ടുമായിട്ട് അദ്ദേഹം സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അവിടെ മദിരാക്ഷിമാർ മദ്യചഷകങ്ങളുമായിട്ട് നടന്നു വരുന്നുണ്ടാവും എന്നുള്ള സ്വപ്നമൊക്കെ ആയിട്ട് അദ്ദേഹം അകത്തേക്ക് കയറുന്നു. ചെല്ലുന്ന സമയത്ത് കാണുന്നു അവിടെ ഗാന്ധിജി ഇരിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് മദർ തെരേസ ഇരിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ബുദ്ധൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വല്ലാതെ ബോറടിച്ചു. ഗാന്ധിജിയുടെ അടുത്ത് പോയ സമയത്ത് ഗാന്ധിജി പറഞ്ഞു അഹിംസ അഹിംസ എന്ന് പറഞ്ഞു. വല്ലാത്ത ബോറടിയായിപ്പോയി. അപ്പോൾ അദ്ദേഹം അങ്ങനെ നോക്കിയ സമയത്ത് ഒരു ഗ്ലാസ്, ആ ഗ്ലാസിൻ്റെ അപ്പുറത്ത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. മനസ്സിലായോ? അവിടെ കഞ്ചാവിൻ്റെ പുക അലഞ്ഞ് നടക്കുന്നു, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിന് തോന്നി അങ്ങോട്ടൊന്ന് പോയാലും തോന്നി. ഒരു സെക്യൂരിറ്റി വിളിച്ചതിന് ശേഷം ചോദിച്ചു അതേതാ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതാണ് നരകം. അദ്ദേഹം ഉടൻ തന്നെ നേരെ ഓടി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കൗണ്ടറിൽ പോയി പറഞ്ഞു നിങ്ങൾക്ക് എഴുതിയ തെറ്റിയിരിക്കുന്നു, എനിക്ക് നരകത്തിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചീട്ട് വാങ്ങി ചീന്തി എറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് നരകം എന്ന് എഴുതി കൊടുത്തു. ഇദ്ദേഹം നേരെ കവാടത്തിലേക്ക് ചെന്നു. വലിയ പ്രതീക്ഷകളുമായിട്ട് കവാടത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അകത്തേക്ക് കയറുമ്പോൾ ഒരു 5-8 മല്ലന്മാർ ഇദ്ദേഹത്തെ പിടിച്ചിട്ട് തിളച്ച എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊക്കി അവിടെ വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നരകമല്ല എനിക്ക് വേണ്ടത്, ആ ചില്ലിനപ്പുറത്ത് കണ്ട നരകമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആൾ പറഞ്ഞു ആ ചില്ലിനപ്പുറത്ത് നീ കണ്ടത് ഈ നരകത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള പരസ്യ ചിത്രമാണ്. അതിനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് TV എന്ന്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ടെലിവിഷനിൽ നമ്മൾ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ന്യൂസ് നിങ്ങൾ കേൾക്കണം, വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. പക്ഷേ പരസ്യ ചിത്രങ്ങൾ, ആ പരസ്യ ചിത്രങ്ങളിൽ പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും പോവരുത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. അതിനു മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്.